ഹായ് ഡിയേഴ്സ്, സ്റ്റിച്ച് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുട്ടികളുടെ ഒരു ഫ്രോക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് നാൾ മുന്നേ ഹിന്ദി, ഇംഗ്ലീഷ്, അറബിക് ചാനലിൽ വൈറലായ ഒരു ഫ്രോക്ക് എങ്ങനെ ചെയ്തെടുക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതിനെനിക്ക് വേണ്ടി വന്നത് ഈ പ്രിൻ്റഡ് ആയിട്ടുള്ള തുണി 1 മീറ്ററും 10 സെൻറ്റിമീറ്ററും, അതുപോലെ അടിയിൽ വെച്ചേക്കുന്ന ഫ്ലീറ്റ് വെച്ചേക്കുന്ന വെൽവെറ്റിൻ്റെ തുണി 1/2 മീറ്ററും. വെൽവെറ്റിൻ്റെ തുണി ആയതുകൊണ്ട് വീതി കൂടുതലായതുകൊണ്ടാണ് അത് 1/2 മീറ്റർ വേണ്ടി വന്നത്, അല്ലെങ്കിൽ 1 മീറ്റർ വേണ്ടി വരുമായിരുന്നു. ഇനി ഈ തുണിയുടെ വീതി 1 മീറ്ററും 10 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ അത്രയും തന്നെ നീളത്തിന് ഞാൻ തുണി മുറിച്ചെടുത്തു. അതായത് ഈ ഫ്രോക്ക് ചെയ്യാൻ നമുക്കൊരു സ്ക്വയർ ടൈപ്പ് തുണിയാണ് വേണ്ടത്. ഇനി ഇതിനെ ഞാൻ 4 മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫ്രോക്ക് ചെയ്യാൻ നല്ലത് റയോൺ ടൈപ്പ് അല്ലെങ്കിൽ ക്രേപ്പ് ടൈപ്പ് തുണിയാണ്. കോട്ടൺ അത്ര സ്യൂട്ടല്ല കേട്ടോ. ഇതുപോലെ മടക്കിയിട്ടു. ഇനി ഇവിടെ നമുക്ക് എത്രയാണോ ഷോൾഡർ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇവിടെ 5 ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തത്. 5 വേണ്ട, ഒരു 4-4.5 മതി കേട്ടോ. 3 വയസ്സായ കുട്ടിക്കൊക്കെ 4-4.5 മതിയാവും. അത് ഞാൻ പിന്നീട് ആം ഹോൾ അതും കൂടെ കയറ്റിയാണ് കട്ട് ചെയ്യുന്നത്. ഇനി നെക്ക് ഞാൻ 2 ഇഞ്ച് വീതിയും 2 ഇഞ്ച് ഇറക്കവും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് നെക്കിന് പിന്നീട് ഇറക്കം കൂട്ടി കൊടുക്കുന്നുണ്ട്. അതുപോലെ 3 ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ ഷോൾഡർ മാർക്ക് ചെയ്തതിന് മുകളിലോട്ട് കയറ്റിയാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അതായത് 4.5 ഷോൾഡർ വേണ്ടിയുള്ളൂ കേട്ടോ. ഇനി ഫ്രോക്കിൻ്റെ ലെങ്ത്, അതായത് ഇതിന് ഉള്ള തുണി വെച്ചാണ് ഞാൻ നോക്കുന്നത്. ഒരു 21 ഇഞ്ച് കിട്ടത്തക്ക രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ അറ്റത്ത് 21 ആയതുകൊണ്ട് ഇവിടേക്ക് 21 മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാർക്കുകൾ കൊടുക്കുകയാണ്. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്കിതിനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നെക്ക് കട്ട് ചെയ്ത് കൊടുത്തു. ഇനി ആം ഹോളും കൂടി കട്ട് ചെയ്യാം. ആം ഹോൾ നമ്മൾ വലിയ വട്ടമൊന്നും കൊടുക്കുന്നില്ല, ഒരു 1.5-2 ഇഞ്ച് വീതിയിലുള്ള വട്ടമാണ് കട്ട് ചെയ്തെടുത്തത്. ഇനി എനിക്ക് ഫ്രണ്ട് നെക്ക് കുറച്ച് ഇറക്കം കൊടുക്കണം, അതുപോലെ ബാക്ക് നെക്കിൽ ഒരു ചെറിയൊരു ഓപ്പണിങ്ങും കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഞാനിതിനെ ഇങ്ങനെ മറിച്ചിടുവാണ്, തിരിച്ച് മടക്കുവാണേ. ഇനി നമുക്കിതാ ഇവിടെ എത്രയാണോ ഇറക്കം കൂട്ടേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 2.5-2.25 കിട്ടത്തക്ക രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുവാണ്. ഒരു 1/2 ഇഞ്ചും കൂടെ കൂടുതൽ മാർക്ക് ചെയ്ത് കൊടുത്തു. ഫ്രണ്ട് നെക്ക് ആയിട്ടുണ്ട്. ഇനി ബാക്ക് നെക്കിൽ ചെറിയ ഒരു ഓപ്പണിങ് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഇടുമ്പോൾ ഈസി ആയിട്ട് ഇടാൻ വേണ്ടിയാണേ. ഒരു 2 ഇഞ്ചിലുള്ള ഒരു ഓപ്പണിംഗ് ആണ് കൊടുക്കുന്നത്. 2-2.5 മതിയാവും. കറക്റ്റ് അളന്നൊന്നുമില്ല ഞാനങ്ങ് ഓപ്പൺ കൊടുത്തത്. ഇനി ഇതിൻ്റെ ലൈനിങ്ങും ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇറക്കം ലൈനിങ്ങിനില്ല. അതായത് ഈ തുണിയുടെ വീതി വെച്ചാണ് ഇതിവിടെയും ചെയ്തേക്കുന്നത്. ഇനി ഇതാ ഇതുപോലെ ലൈനിങ്ങിൻ്റെ നല്ല വശവും ഈ തുണിയുടെ നല്ല വശവും ചേർത്ത് ഇട്ട് കൊടുക്കണം. ഒന്നിന് മീതെ ഒന്നായിട്ട് ഇട്ട് കൊടുത്തു. ഇനി രണ്ടും ഒരുപോലെ ഇങ്ങനെ പിടിച്ച് വയ്ക്കുവാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് നെക്ക് മറിച്ചടിക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയാണേ. അപ്പോൾ ഒരുപോലെ വരാൻ വേണ്ടി ഞാൻ മുട്ട് സൂചി കുത്തി കൊടുക്കുകയാണ്.
തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് തെന്നി മാറാതിരിക്കാൻ വേണ്ടി ഇതാ ഇതുപോലെ മുട്ട് സൂചി കുത്തിയെടുത്ത് അറേഞ്ച് ചെയ്ത് വയ്ക്കുവാണ്. അതിനുശേഷം നെക്കിൻ്റെ ഈ അറ്റത്തുകൂടി അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ ഓപ്പണിൻ്റെ ഭാഗവും അതുപോലെ അറ്റത്തുകൂടി അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ നെക്കിൻ്റെ അവിടെ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ലൈനിങ്ങിൻ്റെ അവിടെ ഞാൻ ഓപ്പൺ ചെയ്തില്ലായിരുന്നു, മെയിൻ തുണിയിൽ മാത്രമേ ചെറിയ ഓപ്പണിങ് ഇട്ടുള്ളൂ. അതുപോലെ നെക്ക് മറിച്ചടിക്കാൻ നമുക്ക് ഈസി ആവാൻ വേണ്ടി ഇതുപോലെ ചെറിയ കട്ടുകൾ കൊടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ടാൽ നമുക്ക് ഈസി ആയിട്ട് നെക്ക് മറിച്ചടിക്കാൻ പറ്റും, ചുളിവുകളില്ലാതെ കിട്ടും. ഇനി ഇതാ ഇങ്ങനെ ഇതിന് അകത്തോട്ട് ആക്കി കൊടുക്കണം. അപ്പോൾ ഈ ബാക്ക് നെക്കിൻ്റെ ഓപ്പണിങ്ങിൻ്റെ സ്ഥാനത്ത് നമുക്കൊരു പിന്നോ സൂചിയോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ഇതിനെങ്ങ് കുത്തിയെടുക്കാം. ഇനി നമുക്ക് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ അറ്റത്തുകൂടി ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്തൊക്കെ എടുത്തേക്കുവാണ്. ഇനി നമുക്ക് ആം ഹോള് ചെയ്യാം. ആം ഹോള് നമുക്ക് ലൈനിങ്ങിലൂടെ മറിച്ചടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഒരു 2 ഇഞ്ച് വീതിയുള്ള ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇതാ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് താഴെ അറ്റത്തുനിന്ന് തുടങ്ങണം കേട്ടോ. അതാ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി സ്റ്റിച്ച് ചെയ്ത് വരാം. 2 സൈഡ് നമുക്ക് അങ്ങനെ ചെയ്യാം. ചെയ്തെടുത്ത ശേഷം ഇത് മറിച്ചിടുന്നതിന് മുന്നേ നമ്മൾ ചെറിയ കട്ടിങ്സ് കൊടുക്കണം, നെക്കിൽ ചെയ്തതുപോലെ. അപ്പോൾ അതാ ബാക്കി വന്ന തുണിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്കിതിങ്ങനെ മറിച്ച് അടിച്ചു കൊടുക്കാം. മറിച്ചടിച്ചു കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ നെക്കിൽ ചെയ്തതുപോലെ കട്ട് ചെയ്ത് വിട്ട് കൊടുക്കണം. അപ്പോൾ ചുളിവുകളില്ലാതെ നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ എങ്ങനെ നോക്കിയാലും ചെറിയ ചുളിവുകൾ വരും. ഇവിടെ കണ്ടില്ലേ, ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം. ആം ഹോളൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് ബോഡി പാർട്ടിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ, അത് ഇവിടെ 9 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അത് ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുവാണ്. അപ്പോൾ ആ മുകളിൽ നിന്ന് ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഞാൻ 9 മാർക്ക് ചെയ്ത് കൊടുത്താൽ. അപ്പം ബാക്കിൽ നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ബാക്കിൽ ആ അവസാനത്തെ 2 പോയിൻറ്റുകളുണ്ടല്ലോ, അവയെ തമ്മിലിങ്ങനെ അടിയിൽ പിടിച്ചിട്ട് ഇനി മറിച്ചിട്ടിട്ട് അതിനെ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതിയാവും. കറക്റ്റ് 9 ഉണ്ടോയെന്ന് ഞാൻ നോക്കി. അപ്പോൾ ഓക്കെയാണ്. നമുക്ക് ഇങ്ങനെ കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ കുട്ടികൾ ഇടുമ്പോൾ സൈഡ് ഇങ്ങനെ തൂങ്ങി നിൽക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് സൈഡ് താഴ്ന്ന് നിൽക്കും. അവിടെ ഞാനൊരു ബെൽറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ആ ബെൽറ്റ് ഇങ്ങനെ താഴ്ന്ന് നിൽക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുട്ടികൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഇട്ട് നോക്കാം, അല്ലെങ്കിൽ ഒരു ഹാങ്ങറിൽ ഇട്ട് നോക്കുക. ഹാങ്ങറിൽ ഇട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സൈഡ് ഇങ്ങനെ ആ മാർക്ക് ചെയ്ത് താഴോട്ടാണെന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 സൈഡിലും 2 അറ്റത്തും ഒരു 1.5 ഇഞ്ച് കയറ്റി ഒരു കർവ് പോലെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇലാസ്റ്റിക് വയ്ക്കുകയാണെങ്കിൽ ഇലാസ്റ്റിക് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ ഞൊറിവുകൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏത് വേണോ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ടൈപ്പ് ഫ്രോക്ക് ചെയ്യാൻ നമുക്ക് നല്ലത് ലൈനിങ് ഉപയോഗിക്കേണ്ടാത്ത തുണികൾ, അതായത് റയോൺ, അത്യാവശ്യം കട്ടിയുള്ള റയോൺ അല്ലെങ്കിൽ ക്രേപ്പ് തുണി അല്ലെങ്കിൽ ഷിഫോൺ തുണിയാണ് നല്ലത്. ഇതിലിപ്പോൾ ഞാൻ ലൈനിങ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ലൈനിങ് വേണ്ടിയിരുന്നില്ല.
ഇതുപോലെ 1.5 ഇഞ്ച് കയറ്റി രണ്ട് സൈഡിലും വരച്ചു കൊടുത്തു. കണ്ടില്ലേ, രണ്ട് സൈഡിലും അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ബെൽറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെൽവെറ്റിൻ്റെ തുണിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതൊരു 5 ഇഞ്ച് വീതിയുള്ള തുണി എടുത്തിട്ട് ഇതുപോലെ രണ്ട് സൈഡും ഒന്ന് മടക്കി അടിച്ചു കൊടുത്തിട്ട് ഇതാ ഇങ്ങനെയൊന്ന് മടക്കിയിട്ട് ഈ വരയുടെ ജസ്റ്റ് മുകളിലായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് 9 ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഈ വള്ളി വേണമെന്നില്ല. നമുക്കവിടെ വേണമെങ്കിൽ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം, മലയിൽ ചെറിയ ഫ്ലീറ്റുകൾ ഇട്ട് കൊടുക്കാം, എങ്ങനെ വേണോ ചെയ്യാം. ഇപ്പം ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുവാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് ഈ അറ്റത്തുകൂടി ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ താഴെ അറ്റത്തുകൂടെ വെച്ച് പതിപ്പിച്ച് കൊടുക്കണം, താഴെയും കൂടി ഒന്ന് പതിപ്പിച്ച് കൊടുക്കണം ഈ ബെൽറ്റിൻ്റെ. ഇങ്ങനെയും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി വേണ്ടത് ഒരു ചെറിയൊരു വള്ളിയാണ് വേണ്ടത്. 2 വള്ളികൾ ഞാൻ തയ്യാറാക്കുന്നുണ്ട്. ഇതുപോലെ 2 ഇഞ്ച് വീതിയിൽ ആ തുണിയോട് മാച്ച് ചെയ്യുന്ന കളറ് ഡോരി തയ്യാറാക്കി. ഡോരി ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കുന്നില്ല, അത്യാവശ്യം എല്ലാവർക്കും അറിയാം. പിന്നെ വേണ്ടത് ഇതിൻ്റെ അറ്റത്തായിട്ട് ടസൽ വയ്ക്കാനായിട്ടാണ്, കുഞ്ചലം ഉണ്ടല്ലോ അത്. അപ്പോൾ ഇതുപോലെ ഒരു തുണിയെടുത്ത് അറ്റം മടക്കി അടിച്ച ശേഷം ഞാൻ ഇതുപോലെ ചെറിയ ഞൊറുകളിട്ട് കൊടുത്തു. ഇതുപോലെ ഞൊറുകളിട്ടെടുത്തിട്ട് ഇനി ചെയ്യുന്നത്, ഞാൻ ഒരെണ്ണം ടസൽ ചെയ്ത് നോക്കിയായിരുന്നു, ഇനി ഒരു 3 എണ്ണം കൂടെ വേണം. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഉള്ളതിന് ഇതാ ഇതുപോലെ 3 ആയിട്ട് മടക്കിയിട്ടു. ഇതിന് ക്രോസ് പീസ് തന്നെ വേണമെന്നൊന്നുമില്ല, സ്ട്രൈറ്റ് പീസ് ആയാലും കുഴപ്പമില്ല കേട്ടോ. അതിനുശേഷം ഇതിന് ഈക്വലായിട്ട് 3 ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി ചെയ്യുന്നത്, ഇതിൻ്റെ അറ്റത്തുള്ള നൂലിൽ ഒരെണ്ണം ഇങ്ങനെ അഴിച്ചെടുത്തു. ഒരെണ്ണം ഇപ്പോൾ 2 നൂലുകൾ വീതമാണല്ലോ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്നത്, മുകളിലത്തെ നൂലും അടിയിലത്തെ നൂലും. അതിൽ ഒന്നിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ചുരുക്കി കൊടുത്തു. ഉണ്ടോ, ചുരുക്കിയിട്ട് ഇനി ചെയ്യാൻ പോകുന്നത്, നമുക്കിങ്ങനെ ഈ വള്ളിയുടെ അറ്റത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് തിരിച്ചാണ് ചെയ്യേണ്ടത്, ഈ സൈഡിൽ കാണിച്ച പോലെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഈ അറ്റത്ത് ആദ്യം സ്റ്റിച്ച് ചെയ്യണം, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇങ്ങനെ വെച്ചല്ല സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്, സൈഡിൽ കാണിച്ച പോലെയാണ്. ഇനി ഇതിൻ്റെ അറ്റത്തുള്ളതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അധികം നിൽക്കുന്ന തുണിയും നൂലും ഒക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് മറിച്ചിടാം. ഇതാ ഇങ്ങനെ മറിച്ച് കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പം ചെറിയൊരു ഫ്ലവർ പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സൂചി നൂലും എടുത്തിട്ട്, ഒന്നുകിൽ മെഷീനിൽ തന്നെ ചെയ്യാം, സൂചി നൂലും പ്രത്യേകം എടുത്തിട്ട് ഇതാ ഇതിനെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് അവിടെ പൂവിൻ്റെ ബാക്കിലായിട്ടുള്ളൊരു ചെറിയൊരു തടിപ്പുണ്ടല്ലോ, അതുപോലെ കിട്ടും. ഇങ്ങനെ നൂലിട്ട് ചുറ്റി കെട്ടിക്കൊടുക്കാം. കണ്ടില്ലേ, അത്യാവശ്യം ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ടെസലൊക്കെ കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു അടിയിൽ വെച്ച് ആ തുണിയിലുള്ളത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, എന്നാലും കുറച്ചുകൂടെ എടുപ്പുണ്ടായിരിക്കും. പക്ഷെ ഇത് ഇങ്ങനെ വെച്ചപ്പോൾ ഒരു എടുപ്പ് കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇനി നമുക്ക് ഈ വള്ളി ഇതിനകത്ത് കയറ്റി കൊടുക്കണം. അതിന് മുന്നേ നമുക്ക് ഇത് അറ്റമൊക്കെ മടക്കി അടിച്ചു കൊടുക്കണം. ഇപ്പം ഞാൻ ഇതിൻ്റെ അറ്റത്ത് കുറച്ച് തുണികൾ വെക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ സൈഡ് അടിക്കുന്നില്ല, ലൈനിങ് മാത്രമേ അടിക്കുന്നുള്ളൂ, മെയിൻ തുണി അടിക്കുന്നില്ല. ഇതുപോലെ ഒരു പിന്ന് കൊരുത്തെടുത്തിട്ട് ഇതാ ഇങ്ങനെ കയറ്റുവാണ്. കാരണം ഈ ടെസൽ കുറച്ച് വലിപ്പമുള്ളതുകൊണ്ട് വള്ളി കൂടെ കയറത്തില്ല. ഒരറ്റത്ത് നമുക്ക് കയറ്റാൻ പറ്റും, ഒരറ്റത്ത് ഇതുപോലെ ഒരു സേഫ്റ്റി പിന്നെ കൊരുത്തിട്ട് കയറ്റാൻ പറ്റില്ല. അതുകൊണ്ട് സെൻറ്ററിലായിട്ട് ഇങ്ങനെ കൊരുത്ത് കയറ്റിയെടുക്കുവാണ്. ഇവിടെ എത്തുമ്പോൾ നമുക്ക് ആ പിന്നം കഴിച്ചെടുത്തിട്ട് ഒരു വള്ളിയുടെ ഒരറ്റത്തൊന്ന് പിടിക്കണം, ഒരറ്റത്തൊന്ന് പിടിച്ചിട്ട് മറ്റേ വള്ളി കൊണ്ട് ഇങ്ങനെ വലിച്ചെടുക്കുക. ഒന്നിൽ പിടിച്ചിട്ട് വലിക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. കണ്ടോ, ഇനി ബാക്കിലും ഇതുപോലെ ചെയ്തെടുക്കണം. ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ തൽക്കാലം ഇവിടെ വെച്ച് നിർത്താം.
ഇനി നമുക്ക് ഈ വള്ളി സൈഡിൽ പിടിച്ച് കെട്ടിക്കൊടുത്താൽ മതിയാവും. ഞാൻ കുറച്ച് ഞൊറിവുകളൊക്കെ ഇടുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു വള്ളി ചെറുതും ഒരു വള്ളി വലുതുമാക്കി എടുത്തിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. ഇല്ലെങ്കിൽ സൈഡിൽ കുറച്ച് ഞൊറിവുകൾ ഇട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ കെട്ടുക മാത്രം ചെയ്യുമ്പം ആം ഹോളിൻ്റെ താഴെ ഒരുമാതിരി കൂടി നിൽക്കും. അതുകൊണ്ട് തന്നെ ചെറിയ ഞൊറിവുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഫോട്ടോയിൽ കാണുമ്പോൾ നന്നായിരിക്കും, പക്ഷെ ഇടുമ്പോൾ അത്ര ഭംഗി കാണില്ല. അപ്പോൾ ഞാൻ ആ ചാനലിലൊക്കെ കണ്ടപ്പോൾ അതിലൊക്കെ നല്ല ഭംഗി തോന്നി. ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ ഇട്ടപ്പോൾ അത്ര ഒരു രസമായില്ല. അതുകൊണ്ട് സൈഡിൽ കുറച്ച് ഞൊറിവുകൾ ഞാൻ എടുത്ത് കൊടുക്കുന്നുണ്ട്, അത് കാണിക്കാം. അപ്പോൾ ഈ വെൽവെറ്റിൻ്റെ തന്നെ തുണി എടുത്തിട്ട് ഒരു 5 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ചെറിയ ചെറിയ ഞൊറിവുകൾ ഇട്ട് കൊടുത്തിട്ട് അറ്റത്ത് തയ്ച്ച് പിടിപ്പിച്ച് കൊടുത്തേക്കാണ്. ഇപ്പോൾ കണ്ടില്ലേ? അപ്പോൾ ഈ ഞൊറിവുകൾ എടുക്കുന്നതൊന്നും കാണിക്കേണ്ടില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ ഇതെനിക്കൊരു 1/2 മീറ്റർ കൂടുതൽ തുണി വന്നു. വെൽവെറ്റിൻ്റെ തുണി ആയതുകൊണ്ടാണ് 1/2 വേണ്ടി വന്നത്, കാരണം അതിന് വീതി കൂടിയ തുണിയാണ്. സാധാ നമ്മൾ ഉപയോഗിച്ച ടൈപ്പ് തുണിയാണെങ്കിൽ ഏകദേശം 1 മീറ്റർ വേണ്ടി വരും. അപ്പോൾ ഈ ഫ്രണ്ടിൽ ഞൊറിവുകൾ വരാൻ വേണ്ടി ഞാൻ ഈ വള്ളി കയറ്റി കൊടുത്തിട്ട് ഇതാ കണ്ടില്ലേ, അവിടെ വെച്ച് ആ ഞൊറിവുകൾ എടുത്ത ശേഷം ആ വള്ളി ഫ്രോക്കിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചു. 2 സൈഡിലും അങ്ങനെ ചെയ്തു. അതിനുശേഷം 2 സൈഡിലും ഞൊറിവുകൾ എടുത്തു കൊടുത്തു. പിന്നെ വള്ളി ചെയ്തപ്പോൾ ഈ ഒരു സൈഡ് നീളം കൂട്ടി, അടിയിലത്തത് നീളം കുറച്ചു, അങ്ങനെ ചെയ്തു. ഒരു സൈഡിൽ നീളം കുറച്ച് ഒരു സൈഡിൽ നീളം കൂട്ടിയെടുത്തു. അപ്പോൾ നമുക്ക് കെട്ടുമ്പോൾ ഒന്ന് കയറിയും ഇറങ്ങി നിൽക്കുന്ന നല്ല ഭംഗിയായിരിക്കും, അതിന് വേണ്ടിയാണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.